ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തു യേശുവിൽ പ്രശസ്തരും ആകട്ടെ. മക്കളെ കൊണ്ടൊക്കെ ഇങ്ങനെ പറയിക്കണം, നമ്മളും പറയണം, ഞാൻ ലോകത്തിൽ ഉന്നതയും ക്രിസ്തു യേശുവിൽ പ്രശസ്തിയാകും. എൻ്റെ നാവിൽ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. യേശുവിൻ്റെ മക്കൾ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലായിടത്തും അങ്ങനെയാട്ടോ. നമുക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയെന്ന് ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പാസ്പോർട്ട് പുതുക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ 10:15 അല്ലുണ്ടായിരുന്നു, ഞാൻ അവിടുന്ന് 11:15. ഞാൻ അവിടെ ഇരിക്കും, എൻ്റെ പേരൊക്കെ വിളിച്ചു പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ചെന്നു, എൻ്റെ കൂട്ടുകാരി കയറിപ്പോയപ്പോൾ എന്നെ ആ കൂടെ വിടുമോയെന്ന് വെച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു, പേര് വിളിച്ചപ്പോഴൊക്കെ എവിടെയായിരുന്നു. അപ്പോൾ എനിക്ക് സങ്കടമായി. ഞാൻ പ്രാർത്ഥിച്ചിട്ടായിരുന്നു കയറി ചോദിച്ചത്, എൻ്റെ ദൈവമേ എനിക്ക് 11:15 അല്ല, എന്നെ നേതൃത്വം കയറ്റിയിരുന്നെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ എല്ലാം പെട്ടെന്ന് റെഡിയായി കിട്ടി. ദൈവത്തിൻ്റെ മക്കൾ ചെല്ലുമ്പോൾ ഒരു വാതിലും നമുക്ക് നേരെ അടയില്ല. നമ്മുടെ കയ്യിൽ ബൈ മിസ്റ്റേക്ക് തെറ്റ് പറ്റിയെങ്കിൽ പോലും ഏത് തിന്മേനെയും ദൈവം നന്മയാക്കി തരുമെന്ന് പറഞ്ഞ യേശുബ്രാൻ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാണ്ട് കാര്യങ്ങളെല്ലാം നടത്തി തന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. തന്നെത്താൻ പുകഴ്ത്തുന്നവനല്ല, കർത്താവ് പുകഴ്ത്തുന്നവൻ അത്രേ കൊള്ളാവുന്നവൻ. എപ്പോഴും ഓർക്കണം, തന്നെത്താൻ നമ്മൾ നമ്മുടെ കാര്യം പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. മക്കളെ പറ്റി ആയാലും നമ്മൾ തന്നെ എൻ്റെ മക്കൾ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലോ. വേറൊരാൾ നമ്മുടെ മക്കൾ നല്ലതാണെന്ന് പറയുമ്പോൾ കേൾക്കാൻ എന്ത് രസമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കണ്ടേ. നമ്മൾ തന്നെ എല്ലാ കാര്യവും സ്വന്തം മക്കളെ പറ്റി നമ്മളല്ലാണ്ട് ആരാ പുകഴ്ത്തണേ അല്ലേ. എൻ്റെ മക്കൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ അവരത് പുകഴ്ത്തി കേൾക്കാനാ. എന്ത് ഗുണം പറഞ്ഞാലും ആൾക്കാർ വന്ന് ഗുണം പറയുമ്പോൾ ഞാൻ അതിലൊരു ഡിഫക്റ്റ് അവരെ കൂടെ കാണിച്ചു കൊടുക്കും. എനിക്ക് എന്തിനാ കുഴപ്പമെന്ന് എനിക്കറിയാൻ പാടില്ല. അല്ല, അങ്ങനെയല്ല, അവർ ഏറ്റവും ശ്രേഷ്ഠരാകാനല്ലോ നമ്മൾ ശ്രദ്ധിക്കണേ. അപ്പം പിന്നെ അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സമ്മാനത്തിൻ്റെയൊക്കെ അടുത്ത ദിവസം വീഡിയോയിൽ കറക്റ്റായിട്ട് ഇട്ടേക്കാം. അത് കഴിഞ്ഞായിരിക്കും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണം, ഇതിന് മുമ്പുള്ള വീഡിയോയിലിടാം. അപ്പോൾ കുറേ വീഡിയോ പിടിച്ച് വയ്ക്കണം, വേറെ ഒന്നുമല്ല. ഞാനൊരു ടൂർ കൊണ്ടുവന്ന് വന്നില്ലേ, അപ്പോൾ ഒത്തിരി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. എല്ലാ വീഡിയോ ഒക്കെ പിടിച്ച് സ്വസ്ഥമായിട്ട് ടൂർ പോയിട്ട് വന്നിട്ട് വിശേഷമൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ചുരിദാർ സെറ്റിൻ്റെ കുറേ വെറൈറ്റി ഈസ്റ്റർ, വിഷു ഇതൊക്കെ ആയിട്ട്. ഇത് ഇങ്ങനെ വെറൈറ്റി അല്ല, നിങ്ങൾ കുറച്ചാണ് അല്ലല്ലോ, നിങ്ങൾ ആൻറ്റിക്കിൻ്റെ ഇത് നിങ്ങൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇതൊരു ക്രേപ്പിലാണ്, സിൽക്കല്ലല്ലോ, ഇത് ഒറിജിനൽ ക്രേപ്പല്ലേ, ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ. ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ, കനന്ന് പറയണ ഇല്ല കേട്ടോ. റേറ്റ് 2299 അല്ലേ, 2299. ഇതിൻ്റെ ലെങ്തൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു ബ്ലാക്ക് എടുക്കണം. ഞാൻ യെല്ലോ എടുത്തെന്ന് പറഞ്ഞാൽ അവരെ എന്നെ ഏത് സമയം കുറ്റപ്പെടുത്തി എനിക്ക് യെല്ലോയൊക്കെ നല്ലതൊക്കെയാണ് ഇവർ പറയണ, ബ്ലാക്കാണ്. ഇതെല്ലാം ഇങ്ങനെ ഒരു ആൻറ്റിക്കിൽ നല്ല കളറാട്ടോ. ഇതൊക്കെ ഒരു വാടാമുല്ല കളറിൻ്റെ ഒരു വെറൈറ്റിയിൽ ഭയങ്കര ബ്രൈറ്റായിട്ട് എടുത്ത് കാണാനല്ല, ഡസ്റ്റി ചാർട്ടിൽ ആൻറ്റിക് കളക്ഷനാണ്. ഈ കളർ ചാർട്ടാണ് നമ്മൾ നേരത്തെ കൊണ്ടുവന്നത്. അറിയാം, ഈ ബ്ലൂ എനിക്കിപ്പോൾ ഇല്ലല്ലോ. അടിപൊളിയല്ലേ, പെട്ടെന്ന് എടുത്തു. നമുക്കൊരു ഫംഗ്ഷന് പോകാൻ. ഇവിടെ വരുന്നവർ എൻ്റെ മുമ്പിൽ പെട്ട അവർ ബനാറസ് എടുത്തിരിക്കും. ഞാൻ ബനാറസ് എടുപ്പിക്കും. നല്ല തടിയും മണ്ണൊക്കെ ഉണ്ടെങ്കിലേ ചുരിദാർ ഫംഗ്ഷൻ ആണെങ്കിൽ നല്ല. അവനവൻ്റെ അടുത്ത റിലേറ്റീവ്സിൻ്റെ മാത്രം സാരി കൊടുക്കാൻ മതി. മെല്ലിച്ച പിള്ളേരിൽ കൊച്ചു പെൺപിള്ളേർ, ശരിക്കും കൊച്ചു പെൺപിള്ളേർക്ക് സാരി നല്ല ചില നല്ല വയറൊക്കെ കാണിച്ച് അങ്ങനെയൊക്കെ ഉടുത്ത് എന്ത് ഭംഗിയാണ്. വയറൊക്കെ ആയാൽ പിന്നെ സാരി ഉടുത്ത ഒരു ഭംഗിയില്ല. ഇതൊക്കെ ആണെങ്കിൽ എങ്ങനെയും മറക്കാൻ പറ്റും. നല്ല കളേഴ്സ് കേട്ടോ. എനിക്ക് ബോട്ടിൽ ഗ്രീനും ഇപ്പോൾ ഇല്ല കേട്ടോ. അല്ലാത്ത കളേഴ്സൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കാം. നല്ലൊരു നമ്മുടെ ഈ കോട്ട പിന്നെ നോയാക്കോട്ട പേര് ആയി വരണ്ടേ, ബാക്കിങ്ങനെ നോയാക്കോട്ടയുടെ നല്ല വൃത്തിയുള്ള ഒരു എംബ്രോയിഡറി കേട്ടോ. ഫുൾ ഓവറോൾ
നല്ല ഷോളും ആട്ടോ. കോട്ടൺ വലിയ വിലയില്ല. 1399. ഞാൻ വെറും 1399 എന്ന് പറയുമ്പോൾ ഇനി അതിൻ്റെ ഇടയിൽ കമൻ്റൊന്നും ഇട്ട് ഞാൻ കോടീശ്വരി, ഞാൻ കോടീശ്വരി എന്ന് പറയണത് എനിക്കിഷ്ടം കേട്ടോ. ഞാൻ കോടീശ്വരി ആണെന്ന് എല്ലാവരും പറയുമ്പോൾ ഞാൻ ആന്ന് പറയും. പണ്ട് മുതലേ എനിക്ക് വലിയ ഇഷ്ടം, ഞാൻ വലിയ പണക്കാരിയാന്നൊക്കെ പറയണം. ഇതിനപ്പോൾ കുറക്കണം എന്നോർത്തോളം ഞാൻ ചത്ത് കിടന്ന പണിയെടുക്കാനായിട്ട് ഇന്നലെ ഞാൻ 10:30 വരെ ചാണാൻ 3 പേർക്ക് പിടിച്ചു കൊടുക്കുന്ന ചാണാൻ കൊട്ട, പച്ച ചാണാൻ കൊട്ടയിൽ എന്ന് ഓർത്ത് നോക്കാം. പച്ച ചാണാൻ കൊണ്ടയിട്ടപ്പോൾ ഉണങ്ങുമെന്ന് ഓർത്തിട്ട് ഉണങ്ങിയിട്ടില്ലായിരുന്നു. 10:30 വരെ 3 പണിക്കാർക്ക് പിടിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പണിയെടുക്കണതാണോ? ഇച്ചിരി മടിയൊക്കെ ഉണ്ട്, അത് മനുഷ്യ സഹജമല്ലേ. അടിപൊളി സെറ്റാട്ടോ. നമ്മളിങ്ങനെയൊക്കെ ഇങ്ങനെ പണ്ട് പോലെ വെറും എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ ഓർക്കണം, അഹങ്കാരത്തിൻ്റെ ഒന്നും അന്ന് ഓർക്കണല്ല. പണ്ട് അഹങ്കാരമായിരുന്നു. ഇപ്പോൾ യേശുവിൽ വന്നപ്പോൾ എല്ലാ യേശുവാണ് ഉടമസ്ഥൻ, പിന്നെ എന്നാ പറഞ്ഞ അഹങ്കരിക്കാനാണ്. 1399. നല്ല കളേഴ്സ്, നല്ല സംഭവമാട്ടോ. ഓവറോൾ ഈ വർക്ക് കാരണം നോയാക്കോട്ടയിലൂടെ ആകുമ്പോൾ ഈ സാധനം നിങ്ങൾക്ക് ഇത് എടുത്താൽ കിട്ടും, വെബ്സൈറ്റിൽ എടുത്താൽ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ കിട്ടുമെന്ന് എനിക്കറിഞ്ഞൂടാ. അതേ ഷോളൊക്കെ ഭയങ്കര, ഈ പിള്ളേരെന്നെ തല്ലിക്കൊല്ലും. ഓൺലൈനിൽ പിള്ളേരെയും കോണ്ടാക്ട് ചെയ്യട്ടോ, വെബ്സൈറ്റുകാരും ഇവിടെ ഇല്ല. 1399. ഭാവിയിൽ വെബ്സൈറ്റിലായിരിക്കും എല്ലാവരും എല്ലാം എടുക്കും, പിന്നെ നോക്കി മറുപടി ഒന്നും കേൾക്കണ്ടല്ലോ. പിന്നെ റീസ്റ്റോക്കൊക്കെ ചോദിക്കുമ്പോൾ മെസ്സേജ്, പിന്നെ 4 മൊബൈൽ നമ്പർ നോക്കാൻ ആളൊക്കെ ഉണ്ട്. അടിപൊളി സംഭവങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങളിതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് കടയിൽ പോയി ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം ഇതിൻ്റെ കഷ്ടപ്പാട്, ഇത്രയും പീസ് കിട്ടണത്. എല്ലാം ഡീലർമാരുടെ ഗോഡൗണുകളിലെ സാധനം വന്ന വഴിയെ എപ്പോഴും പോണ കാരണം പുതിയത് വന്നത് എവിടെ ഇരിക്കണേ എനിക്കാരും കാണിച്ചു തരണ്ട. എനിക്കറിയാം എവിടെയൊക്കെ സാധനങ്ങൾ ഇരിക്കണേന്ന്. ഇത് നമ്മളെ മൊഡാലിൻ്റെ പ്രിൻ്റഡ്, നമ്മൾ സെമി മൊഡാലിൻ്റെ, ഇത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. എപ്പോഴും കൊണ്ടുവന്നാലും ഭയങ്കര ഡിമാൻഡുള്ള ആട്ടോ. ഇടാനും നല്ല സുഖം. ബാക്ക് ഇങ്ങനെ നല്ല ഭംഗി ഇട്ടുകൊണ്ട് ആൾക്കാർ വരുമ്പോഴും. 1299 ഉള്ളേ. നമ്മളിത് 2 പ്രാവശ്യമൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. നല്ല മൂവിങ്ങുള്ള സംഭവം കേട്ടോ. ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. വലിയ വിലയില്ല, നല്ല സിൽക്ക് ഷോളും. 1299. ചുമയൊന്നും മാറിയില്ല, നമ്മുടെ ഡോക്ടറെ കാണണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണേ. ആരോഗ്യമാണ് ഏറ്റവും വലുത്. ശരി, ആരോഗ്യക്കുറവ് വരുമ്പോഴത്തേനും മനുഷ്യന് എന്തിനും കൊള്ളാമല്ലേ. ഞാനെപ്പോഴും ഓർക്കും, മനുഷ്യർ ഈ സാമ്പത്തിക ടൈറ്റൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ കുടുംബ പ്രശ്നമൊക്കെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. 1299. എല്ലാ മനുഷ്യർക്കും അങ്ങനെയൊക്കെ ജീവിതത്തിൽ തോന്നാത്ത ആരുമില്ല ഈ ലോകത്ത് ചോദിച്ചാൽ. ഞാനൊക്കെ എന്തോരം അങ്ങനെ ചിന്തിച്ചതാണ്. അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുമായിരുന്നു. 1299. ഞാൻ പണ്ടേ എപ്പോഴും പറയും, ഞാൻ മരിച്ചിട്ട കാര്യമുള്ളൂ. അന്നേരം എൻ്റെ ആങ്ങളെ പറഞ്ഞ കേട്ടോ, നീ കൊതിപ്പിക്കുന്ന വർത്താനം ഇങ്ങനെ കൂടെ പറയരുതെന്ന്. ഇനി നീ എത്ര കാലമായിട്ട് ഇങ്ങനെ പറഞ്ഞ് കൊതിപ്പിക്കണോ, ഇത് ചുമ്മാ നീ കൊതിപ്പിക്കണ വർത്താനം പറയരുത് കേട്ടോ എന്ന് പറയും. ഇങ്ങനെ കളിയാക്കും. അപ്പം എൻ്റെ രക്തം തിളയ്ക്കും. അങ്ങനെ ഞാൻ മരിച്ചിട്ടാണ് അത്ര സൂഹിക്കേണ്ടത് നോക്കും. ചുമ്മാ അങ്ങനെയൊക്കെ ഓർക്കും. എന്താ പറയാനത്. ഇത് ഭയങ്കര ഒരു രസമുള്ള സിൽക്കാട്ടോ, ഒരു ഗ്രീൻ സിൽക്ക് പോലെ, ആ നോയാക്കോട്ട പോലത്തെ ഒരു സിൽക്ക് മെറ്റീരിയലാട്ടോ. ഭയങ്കര സോഫ്റ്റ്, നല്ല രസമുള്ള സാധനമാണ്. ബാക്ക് പ്ലെയിൻ ആട്ടോ, അടിയിൽ ബോർഡറുണ്ട്, ഫ്രണ്ടിലും യോക്കിലും ഉണ്ട്, അടിയിൽ ബോർഡറുണ്ട്. ഇനിയിപ്പോൾ അടി ബോർഡർ ഇഷ്ടമല്ലാത്തവർ അത് വെട്ടി കഴുത്തിലൊക്കെ വയ്ക്കാൻ പറ്റുമോ, കഴുത്തിലല്ല കയ്യേൽ. നല്ല മെറ്റീരിയലാട്ടോ. യോക്കിൽ ഈ ടോപ്പിൻ്റെ തുണി ഒത്തിരി രസമുള്ള, ഉള്ളിൽ മിറർ വർക്കും. ഇതിൻ്റെ ഷോൾ അതിലും രസമാണ്. നല്ല കനമൊന്നുമില്ലാത്ത നല്ല സിൽക്ക് ഷോൾ. 1599. ഇത് ഇച്ചിരി നല്ല കൂടിയ സെറ്റൊക്കെ ചോദിക്കില്ലേ, അങ്ങനെയുള്ളവർക്ക് ഫങ്ഷൻ വെയറും കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. യോക്കിൽ അത്യാവശ്യം നല്ല വർക്കും ഉണ്ട്.
അടിപൊളി സെറ്റുകൾ, അടിപൊളി സെറ്റാണ്. സൂപ്പർ സംഭവം. $1599 ആട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ മെറ്റീരിയൽ ഒത്തിരി ഇഷ്ടപ്പെടുന്ന മെറ്റീരിയലായിരിക്കും. നല്ലൊരു സിൽക്ക് മെറ്റീരിയലാണ്, ഭയങ്കര സോഫ്റ്റുമാണ്. ഇനി അടുത്ത് കാണിക്കണേ, ഇതിൻ്റെ ചൂടാക്കണ്ട, ഇത് അതിന് ഓർമ്മ മതി. ഇത് ഈ വിത്ത് ലൈനിങ്ങാണോ? ഇതിൻ്റെ അടിയിൽ കണ്ടോ, ഇത് അത്രയും എംബ്രോയ്ഡറി ആട്ടോ. ഈ ബനാറസ് ബുട്ട പോലെ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്, വിത്ത് ലൈനിങ് കേട്ടോ. ഈ സെറ്റും ഇതിൻ്റെ വിലയും കണ്ടാൽ നിങ്ങൾ ഞെട്ടു കേട്ടോ. ഇത് അപ്പടി ഇപ്പോൾ ഇടിച്ച് കറച്ചെടുക്കും. 899 അല്ലേ? 899 ഇതിൻ്റെ ഷോളിൻ്റെ ഒരു വശം സ്കാലപ്പ് ഈ വർക്കും നോക്ക. ജോർജറ്റ് മെറ്റീരിയൽ, അത് ക്രേപ്പ് പോലത്തെ ജോർജറ്റ്, വിസ്കോസ് ജോർജറ്റിൽ 899 രൂപയ്ക്ക് ഈ സംഭവം ഇത്രയും മനോഹരമായ ഈ സെറ്റ്. പിന്നെ ഭയങ്കര ഡിമാൻഡായിരിക്കും. നിങ്ങൾ വെബ്സൈറ്റിൽ എടുക്കുന്നവൻ ചാടി എടുത്തോട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ വിലയ്ക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഈ സെറ്റിൽ. എപ്പോഴും ഫങ്ഷനുകൾ വരുമല്ലേ, കണ്ടോ 899 രൂപ. അടിപൊളി സെറ്റാണ്, അടിപൊളി സെറ്റാണ്. ഒരു ഡ്രസ്സിട്ട് തന്നെ 2-3 വീഡിയോ ആണ് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. നല്ല ഇപ്പം ഈ വയലറ്റ് കളർ വലിയ ഫാഷനാട്ടോ അല്ലേ? ഒത്തിരി പേര് ഫിലിം സ്റ്റാർസും എല്ലാവരും വയലറ്റ് പണ്ടൊരിടയ്ക്ക് ഭയങ്കര ഫാഷനാകും, ഒരേ കളർ ഒരേ സമയത്ത്. ഈ വർഷത്തെ കളർ ഏത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വയലറ്റ് ആയിരിക്കും, എല്ലാവരും ഒന്നുണ്ട്. ഞാൻ പിന്നെ എനിക്ക് കളറെടുത്ത് എനിക്കൊരു മജന്തയുണ്ട്, ഒരു നീലയുണ്ട്. ഈ 2 കളറാണ് എൻ്റെ സൂപ്പർ ഹിറ്റ്. അതാക്കി എല്ലാവരും പറയും പെട്ടെന്ന് നരച്ചും ചീത്തയായി പോണ 2 കളറാണ്, മജന്തയും നീലയും. അതിലാണ് അടിപൊളി കളേഴ്സ്, അടിപൊളി. 899 രൂപയുള്ളൂ കേട്ടോ. സാധനമൊക്കെ എന്ത് ഭംഗിയാന്ന് ഒഴുകി. കിട്ടിയില്ലെങ്കിൽ റീസ്റ്റോക്കിന് ചോദിച്ചു നോക്ക്, അപ്പം തന്നെ ഞാൻ വിളിച്ച് ചോദിച്ചോളാം. $899 രൂപയുള്ളൂ, സൂപ്പർ സംഭവം. ഇത് നമ്മുടെ ഇക്കത്തിൻ്റെ റീസ്റ്റോക്ക് വന്നതാണ്. കഴിഞ്ഞ ആഴ്ച കാണിക്കാത്ത കളേഴ്സാട്ടോ. $1399 ഈ വിലയ്ക്ക് ഇക്കത്ത് ഭയങ്കര സൂപ്പർ ഹിറ്റ്. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം വീഡിയോ ഇട്ടായിരുന്നു, എല്ലാവരും പിന്നെയും ചോദിച്ചിട്ടാ. അപ്പോൾ ഈ തവണ കളർഫുൾ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ റീസ്റ്റോക്ക് ചോദിച്ചപ്പോൾ കളർഫുൾ കിട്ടിയില്ലായിരുന്നു, അപ്പോൾ കിട്ടിയത് കൊണ്ടിട്ടു. ഈ തവണ കളർഫുൾ ഇത്.
1399 ആട്ടോ. അതിൻ്റെ തന്നെ കളർ ചേഞ്ച്. ഈ കളർ കിട്ടാനൊക്കെ പെട്ടെന്ന് പാടാട്ടോ, നിങ്ങൾ പെട്ടെന്ന് എടുത്തോ. നല്ലൊരു സെറ്റാണ്. ഇക്കത്തിൻ്റെ ഇടുമ്പോൾ എന്നാ ഗുണം കിട്ടണമെന്ന് വെച്ചാൽ നമ്മളൊരു ഇങ്ങനെ ഒരു പ്രിൻ്റഡ് സിൽക്കിൻ്റെ ചുരിദാർ ഇടുന്ന പോലെ ഒരു ഗ്രാൻഡ് ലുക്കാണ്, ഒരു സ്റ്റാൻഡേർഡ് ലുക്കുണ്ട്. നമ്മൾ കോട്ടൺ സാരി ഉടുക്കുന്നത്, പോളിസ്റ്റർ സാരി 500 രൂപ കൊടുക്കണം, 100 രൂപയുടെ കോട്ടൺ സാരി കൊടുക്കുന്നതിനും വ്യത്യാസമുണ്ട്. 100 രൂപയുടെ കോട്ടൺ സാരിക്ക് സ്റ്റാൻഡേർഡ്. ഇത് 1399 കേട്ടോ. നല്ല കളേഴ്സ്, നല്ല റെഡ്, ബ്ലൂ, ഇതിലെല്ലാം ക്രീം ബോട്ടോ, നല്ല ഹാൻഡ്ലൂം, പക്ക പ്യുവർ ഹാൻഡ്ലൂമാട്ടോ, ഒരു മിക്സിങ്ങും ഇല്ലാത്ത ഇക്കത്താട്ടോ. ഞങ്ങൾക്കുണ്ട് സിൽക്ക് മാർക്ക് എക്സിബിഷന്. ഇത് 1000 900 ഒക്കെ ആയിരുന്നു ഈ ഷോളിന് തന്നെ. ഇക്കത്തിൻ്റെ ഷോള് തന്നെ വയ്ക്കാൻ വെച്ചിട്ടുണ്ടാവും പണ്ടട്ടോ, ഇപ്പോഴല്ല. അങ്ങനെ എക്സിബിഷന് പോകാറില്ല സിൽക്ക് മാർക്കിൻ്റെ ഒന്നും. ഇല്ലെന്ന് തോന്നുന്നു, അങ്ങനെ കാണാത്തില്ലാത്തതാണോ ഞാൻ കാണാത്തതാണോ. അപ്പോൾ എല്ലാം നല്ല വെറൈറ്റി അല്ലേ, അപ്പോൾ പെട്ടെന്നെല്ലാം എടുത്തോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുമ്പരാൻ ധാരാളമായിട്ടാണ് വിജയിക്കട്ടെ. ആമേൻ.